വാജിവാഹനം തന്ത്രിക്ക് നൽകിയ കേസിൽ അജയ് തറയിലിനെ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി അജയ് തറയിൽ അറസ്റ്റിലാകുമോ? അതിനുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിന് കുരുക്ക് മുറുകുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചിട്ടാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് കാണിച്ചുകൊണ്ട് 2012 ഇറക്കിയിട്ടുള്ള ഉത്തരവ്, ആ ഉത്തരവ് ലംഘിച്ചിട്ടാണ് കൈമാറിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കൈമാറിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ ഇരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് അജയ് തറയിലും മെമ്പറാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വാജിവാഹനം കസ്റ്റഡിയിൽ എടുക്കാവുന്ന തരത്തിലുള്ള തൊണ്ടി മുതലാണ് എന്നുണ്ടെങ്കിൽ അജയ് തറയിൽ കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത് സ്വീകരിച്ചിരിക്കുന്ന ആളിനെ പോലെ തന്നെ കുറ്റം അത് കൊടുത്തിരിക്കുന്നത് ആരാണോ അയാൾക്കുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും കുറ്റം ചെയ്യുക എന്നുള്ളതിനും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പോലെയാണ് ഈ കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കുറ്റം വരുമ്പോൾ കൊടുത്തിരിക്കുന്ന ആളിനാണ് കുറ്റം കൂടുതലായിട്ട് നമുക്ക് ചാർത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന സമയത്തെ ഭരണസമിതി ഏതാണ്, ആ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, കൂടാതെ ആ ഭരണസമിതിയിലെ അംഗങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നതൊക്കെയും അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കോൺഗ്രസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ആ കോൺഗ്രസ്സുകാരൻ കൂടി കുടുങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 2012 ഓർഡറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, വാലിഡിറ്റി, അതിൻ്റെ നിയമസാധുത എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഈ ആചാരാനുഷ്ഠാനത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തന്ത്രിയും അതുപോലെ ഭരണനിർവഹണത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമാണ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ നിയമാവലി പ്രകാരം മാത്രമല്ല, ആചാരാനുഷ്ഠാനത്തിൻ്റെ കസ്റ്റോഡിയൻ തന്ത്രി തന്നെയാണ് എന്നുള്ളത് സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ പകൽ പോലെ നമുക്ക് മുമ്പിൽ വ്യക്തവുമാണ്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അത് ശബരിമല മാത്രമായിട്ട് മാറ്റി നിർത്തി പറയുന്ന കാര്യവുമല്ല. അങ്ങനെയെങ്കിൽ ഈ ഓർഡറിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിയാദികൾക്കെല്ലാം ശേഷം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം ശേഷം ആചാരപരമായിട്ട് തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഓർഡറിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് ബോർഡ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ആചാരപരമായിട്ട് തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് ഒരു ഡിക്ലറേഷൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുകൂടി വരുന്നുണ്ട്. അപ്പോൾ ആചാരത്തെക്കുറിച്ച് ഒരു ഓർഡർ ഇടുന്നതിന് ദേവസ്വം ബോർഡിന് അവകാശമില്ല എന്നിരിക്കെ ഈ ഒരു കാര്യം പറയാനായിട്ട് ദേവസ്വം ബോർഡിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അതൊരു ചിന്തിക്കപ്പെടേണ്ട വസ്തുതയല്ലേ. അത് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പറയാതെ ഇത് തന്ത്രി കൊണ്ടുപോയി, അത് ഇന്ന ഭരണസമിതിയിലുള്ള അംഗങ്ങളുണ്ടായിരുന്നു, CPM-ൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ CPM-ൻ്റെ അംഗത്തെ പിടികൂടട്ടെ, അല്ലെങ്കിൽ തന്ത്രിയെ പിടികൂടട്ടെ, തന്ത്രിയല്ലേ ഇതിനെല്ലാം ഒത്താശ ചെയ്തത് എന്നുള്ള വാഗ്വാദങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ നടക്കുന്നത് മുഴുവനും. ആചാരത്തെക്കുറിച്ച് ഒരു ഓർഡർ ഇടുന്നതിന് ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം വരുമ്പോൾ അതില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ഭരണനിർവഹണ കാര്യമല്ല, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം. അപ്പോൾ ആചാരപരമായുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതുന്നതിനാണെങ്കിലോ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഇത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ എന്താണ് എന്നുള്ളത് സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു കാര്യം എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് അത് എഴുതി ചേർക്കാൻ കഴിയുന്നത് എന്നുള്ളതുമുണ്ട്. അപ്പോൾ പറയുമ്പോൾ ആചാരപരമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ആർബിട്രറി പോലൊരു ഓർഡർ ബോർഡ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലൊക്കെ നാളിതുവരെ ഒരു കൊടിമരം മാറ്റുമ്പോൾ ഇത് ഈ വാജിവാഹനം റീയൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അത് ആചാരപരമായിട്ടുള്ളതാണ്. അപ്പോൾ ആചാരപരമായിട്ട് ഒരു വാഹനത്തിന് ധ്വജത്തിൻ്റെ പ്രയാണം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാൻ
പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനിലാണ് അത് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അതിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല, അതെങ്ങനെയാണോ നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ അത് ഇരിക്കുകയാണെങ്കിൽ പോലും അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലാണെങ്കിലും ഒക്കെയും ഇത്തരത്തിൽ അത് ചെയ്യുന്നതിന് കൃത്യമായ ഒരു രീതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓർഡറിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെല്ലാത്തിനും ആധാരമായിട്ട് പറയുന്നത്. അതിൽ പറയുന്നത്, ഭരദ്വാജ് ഋഷീശ്വരം ദേവസ്വത്തിൽ നിലവിലെ ധ്വജം ത്യജിക്കുന്നതിന് നിലവിലെ ക്ഷേത്രം തന്ത്രി നൽകിയിരിക്കുന്ന മുഹൂർത്ത ചാർത്ത അംഗീകരിച്ചും ധ്വജത്യാഗത്തിനു ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ടുന്ന ധ്വജാഗ്രവാഹനവും ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയവ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകേണ്ടതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഉത്തരവ്. അപ്പോൾ ഈ ഒരു ഉത്തരവ് ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഉത്തരവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ എന്താ പറയുക, പിൻപറ്റിക്കൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു തരത്തിൽ പറഞ്ഞ ഈ കടത്തുകൂടി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ല, ഈ പറയുന്ന ഓർഡർ അതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലേ, അല്ല നിയമം പാസ്സാക്കിയതല്ലല്ലോ. അല്ല, അപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്നുള്ളത് കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന വിശ്വാസപരമായിട്ടാണെങ്കിൽ തന്ത്രസമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങളിലോ കുഴിക്കാട്ട് വച്ചയിലോ ഒക്കെ പറഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം അങ്ങനെ കൊടുക്കാൻ വിധിയുണ്ടോ എന്നുള്ളത് ആചാര്യന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ആ വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുക, സന്യാസിമാർ, ഈ പറയുന്ന ബ്രാഹ്മണ സമൂഹം, ഇത് എല്ലാത്തിനെയും കൂടെ വിളിച്ചിരുത്തി അതിൻ്റെ ആചാരപരമായിട്ടുള്ള വശം എന്താണ് എന്നുള്ളത് കൃത്യമായി ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം അതിലൊരു നിയമം കൊണ്ടുവരികയാണ് വേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു നിയമം. അത് ആർക്കാണ്, ഇല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിനാണോ, ആ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ സർക്കാരിനാണോ, ഇല്ലെങ്കിൽ ക്ഷേത്രം വകയായിട്ട് തന്നെ അതിനെ നിലനിർത്തണോ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാജിവാഹനത്തെ പറ്റി പറയുന്നുണ്ട്, അത് ദാരു ശില്പമാണെങ്കിൽ ദാരുവിലുണ്ടാക്കിയതാണെങ്കിൽ, തടി കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് കത്തിക്കണമെന്നും, ശിലയിലാണെങ്കിൽ ഒഴുക്കണമെന്നും, ലോഹം കൊണ്ടാണെങ്കിൽ അത് ഉരുക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉരുക്കിയിട്ട് പിന്നെ ഉരുക്കുമ്പോഴേ ഉണ്ടാവുമല്ലോ, സ്വർണ്ണമാവുകയല്ലേ. സ്വർണ്ണമാണെങ്കിൽ അത് ഉരുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യണം അതിനെപ്പറ്റി. അപ്പോൾ അതെപ്പോഴും സ്വത്തായിട്ട് തന്നെ ഇരിക്കുകയാണ്, രൂപം മാറുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കൃത്യമായ, എന്തായാലും ആചാരപരമായിട്ട് ക്ഷേത്ര സ്വത്തുക്കൾ ആര് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരിക്കലും എഴുതി വെക്കാതെ ഇരിക്കില്ല. ഈ ഗ്രന്ഥങ്ങളിലുണ്ടാകും. അത് പുറത്ത് കൊണ്ടുവരേണ്ടതാണ്. പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏത് സമയത്താണ്, ഏത് കാലഘട്ടത്തിലാണ് ഇത് കൈമാറിയിരിക്കുന്നത്, ആ കാലഘട്ടത്തിലെ ഭരണ നേതൃത്വം ഏതാണ്, ആ ഭരണസമിതി ഏതാണ്, അതിൽ ഏതെല്ലാം രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരുണ്ട് എന്നുള്ളതൊക്കെ നോക്കി വരികയാണെങ്കിൽ അതിൽ ഒപ്പിട്ടിരിക്കുന്നവരിലൊക്കെ ഈ പറയുന്ന അജയ് തറയിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അജയ് തറയിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.